പിന്നെ യൂറോപ്പ് ഭാഗത്തേക്കേ പേപ്പറൊക്കെ വെച്ചോലും ലോക്കായി നിൽക്കണോലും ഡൗട്ടില്ലോലൊക്കെ ഉണ്ടാവുമല്ലോ. ഓല് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒരു മെസ്സേജ് അയക്കുക, ഏത് രാജ്യമാണെന്നില്ല പറയാം. എന്താ വെച്ചാൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിനും ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം ഏത് രാജ്യമാണെന്നില്ല നിങ്ങൾ പറയാം, ആ രാജ്യത്തിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ഞാൻ ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളെപ്പോലെ ഡൗട്ടില്ലോല് പെട്ടിരിക്കണോല് ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉള്ളോല് ഒക്കെ ഉണ്ടാവുമല്ലോ. പേപ്പറൊക്കെ ചെയ്തിട്ട് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഈ റീല് പെട്ടെന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളെപ്പോലെ തന്നെ പെട്ടെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടിരിക്കേണ്ട, ഞാൻ എന്താ പറയുക, നിങ്ങൾ ആഡ് ചെയ്യുക. മുന്നോട്ടില്ല എല്ലാവിധ ഹെൽപ്പും നമ്മൾ സൈഡിൽ നിന്നുണ്ടാവും. യൂറോപ്പ് ഭാഗത്തേക്കില്ല ആർക്കും നമ്മളെ മെസ്സേജ് ചെയ്യുക, ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ബ്രെയിൻ വെച്ച് കളിക്കുക. നിങ്ങൾ കയറി വരുന്നത് സുഖിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ച് ഒരു സിമ്പിൾ വേ ആയിട്ട്. ഹായ്, ബഷറാണ്, മാൾട്ടയിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്. എന്തൊക്കെയാണ് സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മാൾട്ടീക്ക് വരിക, അതേപോലെ യൂറോപ്പിക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ട്. ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ജോലി, നല്ല ശമ്പളം, നല്ല ലൈഫ്, ഇങ്ങനത്തെ വലിയൊരു ചിന്തയിലാണ് നമ്മളെല്ലാവരും വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. ഇവിടെ സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കറക്റ്റൊരു ഡീറ്റെയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മാൾട്ടയിൽ സ്ലീമ സെൻറ്റ് ജൂലിയൻസ് എന്നൊക്കെ പറയുന്ന ഏരിയയിലാട്ടോ. നമ്മൾ കാണുന്നുണ്ടോ, ഒരു സൈഡ് കടലാണ്, അതിൻ്റെ ചിലപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ ആ കാണുന്ന ഏരിയയാണ് ഏകദേശം സെൻറ്റ് ജൂലിയൻസ് ഏരിയ. പിന്നെ ഇതിങ്ങനെ സ്ലീമ. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പ്, മാൾട്ട, ഇങ്ങനെ കുറച്ച് കാറ്റഗറിയിൽ നാട്ടിൽ നിന്ന് കയറി വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, അടിപൊളി ലൈഫ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതൊക്കെ സത്യസന്ധമായിട്ട് നടക്കുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഈ ചോദ്യത്തിൽ ആൻസർ യൂറോപ്പിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എല്ലാവർക്കും ഒന്നും നല്ല ശമ്പളം, നല്ല സെറ്റപ്പൊന്നും ഇല്ല. ഇവിടെ മാൾട്ടയിൽ തന്നെ നമ്മളെ കുറേ ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ അറിയണ പോലെ പറഞ്ഞിട്ടുണ്ട്, ബ്രോ നാട്ടിൽ നിന്ന് പറയണ അതേ സിറ്റുവേഷൻ ഒന്നല്ല ഇവിടെ രണ്ടും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് കുറേ ആൾക്കാർക്ക് സംഭവിക്കണം എന്താ വെച്ചാൽ, അവിടെ നിന്ന് പറയുമ്പോൾ ജോലി ഉണ്ട്, സെറ്റപ്പാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും. ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞ് മൊത്തം പ്രശ്നത്തേക്ക് പോവാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ ജോലി ഇല്ല, ചിലപ്പോൾ ID കാർഡില്ല, വന്ന് കയറുന്ന കമ്പനി എന്താ പറയുക ജസ്റ്റ് ഒരു എൻട്രി മാത്രമാണ് കണ്ടിട്ടുള്ളൂ, നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ അതായത് യൂറോപ്പിൽ വരുന്നതും കാര്യങ്ങളും ചെയ്യണമൊക്കെ നോക്കി കണ്ടും ചെയ്യാം. ഏജൻസികൾ കൊടുത്ത്, നമ്മളറിയാത്തൊരു ഏജൻസിക്ക് കൊടുത്ത് നാട്ടിൽ നിന്ന് തന്നെ ക്യാഷ് പോകുന്ന ആൾക്കാർ കുറേ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ സംഭവിക്കുന്ന കേസ് എന്താ വെച്ചാൽ ഇതന്നെയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും, വലിയ സംഭവമായിട്ട് ഇവിടെ ജോലി ഉണ്ട്, ഇവിടെ നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യുക, ഇങ്ങനെ പല ഉദ്ദേശത്തിലാണ് എല്ലാവരും വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ മാറ്റാനാണല്ലോ എല്ലാവരും കൊണ്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് പെട്ടുപോകുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ID കാർഡ് കിട്ടണം, ജോലിക്ക് കയറണം, മാസാമാസം ശമ്പളം വാങ്ങണം, ഇങ്ങനെയൊക്കെയാണല്ലോ പ്ലാന്. നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഇതിൽ ഡ്രീം പ്ലേസ് വേറെ ലെവലായിക്കാണ് നമ്മൾ കയറി വരുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും അതൊക്കെ ഉണ്ടാവണമെങ്കിലും ഫസ്റ്റ് നമ്മൾ ID കാർഡ് ഇവിടെ കിട്ടണം. രണ്ടാമത്തേത് പറഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ജോലി വേണം, ശമ്പളം വേണം, റൂം റെൻറ്റ് നമുക്കത് അഫോർഡബിൾ ആവണം, പിന്നെ അതേപോലെ തന്നെ ഫുഡ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മളോട് വന്നിട്ട് കൂടുതൽ ആൾക്കാർ പെട്ടുപോവാണ്. അതിൻ്റെ പുറത്ത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് താൽക്കാലികമായിട്ട് ഒരു എൻട്രി എന്നുള്ള ലെവലിൽ ഒരു എൻട്രി കൊടുക്കുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. എൻട്രി ഇവിടെ എത്തുന്നു, തൽക്കാലം എന്താ പറയുക ജോബ് ഉണ്ടാവും എന്നൊക്കെ പറയും, പക്ഷേ ജോബ് ഇവിടെ എത്തുമ്പോൾ ഇല്ലാത്ത അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഏകദേശമൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല ഇവിടെ എല്ലാവരും വരുന്നതും അനുഭവിക്കണമൊക്കെ വെച്ചാൽ
50-50. ഞാൻ അന്നൊന്നും പറയണത് തന്നെ നമ്മളെ വീഡിയോയിൽ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. 50-50 മാൾട്ടൻ്റെ കേസ് എന്നല്ല കേട്ടോ, ഒരുവിധം എല്ലാ രാജ്യത്തേക്കും വരുന്ന കേസ് തന്നെയാണിത്. ഇതിൽ മാൾട്ടൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. കാരണം നമ്മൾ കയറി വരാനുള്ളൊരു എൻട്രി ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കണ്ടെത്തേണ്ട അവസ്ഥ, കയറി വന്ന് ചില ID കാർഡ് കിട്ടാത്ത അവസ്ഥ. ഇൻ കേസ് ID കാർഡ് കിട്ടിയാൽ തന്നെ ജോലി ഇല്ലാതെ കമ്പനി പറയണത് നമ്മൾ വേറൊരു ജോലി കണ്ടെത്തിക്കോളി പറയുന്ന അവസ്ഥ. ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് കയറി വരുന്ന ആൾക്കാർ നമ്മൾ കൊടുക്കണ അതായത് പേപ്പർ നേരിട്ടാണെങ്കിൽ നിങ്ങളതിൻ്റെ കോൺട്രാക്റ്റ് നോക്കണം. അത് എത്രത്തോളം നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും നോക്കണം. കോൺട്രാക്റ്റിൽ ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും ഉണ്ടാവും. 6 മാസത്തിൻ്റെ ഉള്ളിൽ ജോലി മാറാമെന്നുള്ളതുണ്ട്, 6 മാസം കഴിഞ്ഞിട്ട് ജോലി മാറാനുള്ളതുണ്ടാവും. അതേപോലെ ഇൻ കേസ് അതിൻ്റെ ഉള്ളിൽ മാറുകയാണെങ്കിൽ കമ്പനി പറഞ്ഞ പീരീഡിൻ്റെ മുന്നേ മാറുകയാണെങ്കിൽ അവർക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ട് എത്രയാണെന്നില്ല നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ഡ്രീമിൻ്റെ പുറത്ത് കയറി വന്നിട്ട് ഇങ്ങനെയൊന്നല്ല ഞാൻ വിചാരിച്ച വേറെയെന്ന് വിചാരിച്ചിട്ട് ഒരു കയറി വരുന്ന രാജ്യം ഏതായിക്കോട്ടെ ആ രാജ്യത്തിനെ കുറിച്ച് പഠിക്കാതെ അറിയാതെ അവിടെ എത്ര ടാക്സ് പോവും, അവിടെ എത്ര റെൻറ്റ് പോവും, നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ കഴിയുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നോക്കാതെ അങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ എത്തിയിട്ട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ കാരണം ഇതൊന്നല്ല നിങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ല എന്ന് ചിലപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആളോട് അല്ലെങ്കിൽ വന്ന കമ്പനിയോട് ഫൈറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടാവില്ല. അതൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം പേപ്പർ കൊടുക്കണ പുതിയ ആൾക്കാരോടാണ് ഞാൻ പറയണത്, നോക്കിയും കണ്ടും കൊടുക്കുക. ഇതിന് മുന്നും ഞാൻ പറയണതാണ്, ഈ വീഡിയോ കണ്ട പുതിയ ആൾക്കാരാണെങ്കിലും പറയാം, ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് പെട്ടു പോണവരുണ്ട്, കമ്പനി ഒഴിവാക്കണവരുണ്ട്. എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു എൻട്രി ആയിക്കാരം കമ്പനി പറഞ്ഞിട്ടുണ്ടാവുക ചിലത്. ഇവിടെ വന്നിട്ട് തന്നെ കാർഡ് കിട്ടണില്ല, ഇങ്ങനെയായി പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്നായാലും പുറത്തുനിന്നായാലും വലിയ സ്വപ്നത്തിൻ്റെ പുറത്ത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് അത് കിട്ടാത്ത അവസ്ഥ. മീൻസ് പൈസയും പോയി, ID കാർഡും കിട്ടിയില്ല, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ പറയണത് നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാവുണ്ടാവും വിചാരിക്കണേ. പുതിയതായിട്ട് കൊടുക്കുന്നതായാലും വരുന്നോലായാലും എന്തായാലും ശ്രദ്ധിക്കുക, നോക്കിയും കണ്ടും വരിക. തമാശ പറയല്ല, ഞാൻ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം തന്നെ. അതിന് മുന്നുണ്ടായത് ഇവിടെ ജോലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജോലി പ്രശ്നങ്ങൾ കൂടിയൊക്കെയാണ്, തീരെ അല്ലാത്ത രീതിയിൽ. കാരണം പാർട്ട് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഫുൾ ടൈമിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മളാൽ കഴിയണ പോലെ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. ജോലിൻ്റെ കേസ് എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കും. കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചിട്ട് പറയും ബ്രോ അത് കിട്ടിയിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ കഴിയണ പോലെയൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ആ ഒരു ഇതില്ലല്ലോ. കാരണം എല്ലാവരും പോയി കണ്ട് ഇപ്പോൾ നമ്മൾ ജോലി ഉണ്ടാക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് കണക്ഷൻസിൽ വിളിച്ചിട്ടും ചോദിച്ചിട്ടൊക്കെയാണ് ഇവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാർക്കാണ് ജോലി ഇല്ലാത്തത്. നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് ID കാർഡ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാർക്കാണ് ID കാർഡ് ഇല്ലാത്തത്. അപ്പം ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുത്. 2 ലെവലിൽ ഇവിടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലവർ പറയും സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. കാരണം അവർ സൂപ്പർ ആയിരിക്കാം, പക്ഷെ കയറി വരുന്ന നിങ്ങൾ സൂപ്പർ ആവോ എന്നുള്ളത് ചിന്തിക്കണ്ടേ. നിങ്ങളെ ജോലി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന് നിന്നാൽ മതി. കാരണം ചില ആൾക്കാർ പൊലിപ്പിച്ച് പറയാൻ ആൾക്കാരുണ്ടാവും, അങ്ങനെയല്ല, എങ്ങനെയാണ് സൂപ്പറാണ്, അങ്ങനെയാണ് ചേനാണ് ചേമ്പാന്നൊക്കെ. ഇത് ഇവിടെ എന്നല്ല, ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് സംഭവിക്കുന്ന കേസാട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നിസ്സാരമായിട്ട് കാണരുത്. കയറി വരുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നീട് ഇവിടെ വന്നിട്ട് നിങ്ങളൊരു പ്രശ്നത്തേക്ക് പോയിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാണിംഗ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ പിന്നെയും ചെയ്യുന്നത്. ഒരു രാജ്യത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കയറി വരികയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. അതല്ല നാട്ടിൽ നിന്ന് വേറെ രാജ്യത്തേക്കൊക്കെ പോയി പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് കയറി വരിക, നോക്കിയും കണ്ട് കയറുക. ഇവിടെ വന്നിട്ട് ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. സഹായിക്കാമെന്ന് പറഞ്ഞവർ വരെ കൈ മലർത്തിയിട്ട് പോകാനേ സാധ്യതയുള്ളൂ കൂടുതലും. പിന്നെ അതേപോലെ റൂം കാര്യങ്ങൾ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ് ഇവിടെ. വേറെ റൂം നമ്മൾ കിട്ടലൊക്കെ നാട്ടിലത്തെ പോലെ ഒന്നും സിമ്പിളാവില്ല. ഒരു ഹോട്ടൽ ബുക്കിങ്ങിന് വരെ നാട്ടിലത്തെ ഒരു ദിവസത്തിന് ചിലപ്പം 10,000-3000 റുപ്യ പോവും. അതുകൊണ്ട് അതൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എപ്പോഴൊന്നും. അതുകൊണ്ട് തൽക്കാലികം പിടിച്ചിരിക്കുക. ഒരു ദിവസം 3,000 റുപ്യ റെൻറ്റ് നാട്ടിലത്തെ എമൗണ്ട് പോകുക പറഞ്ഞാൽ വലിയ പരിപാടിയാണ്. അപ്പോൾ റൂമിൻ്റെ കാര്യത്തിലായാലും ശ്രദ്ധിക്കണം, ജോലിൻ്റെ കാര്യത്തിലായാലും ശ്രദ്ധിക്കണം, ID കാർഡ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പേപ്പറും നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക. യൂറോപ്പ് സിമ്പിൾ പരിപാടിയല്ല. കയറി വരലും ഇവിടെ സെറ്റിലാവലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് കയറിയാൽ മതി. പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന ആൾക്കാരോട് എപ്പോഴും പോസിറ്റീവ് ആവില്ല. നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ സ്റ്റേബിളാക്കി തരുന്നുണ്ടെങ്കിൽ മാത്രം
ശ്രദ്ധിച്ചും കണ്ടും നിങ്ങൾ അറിയണോലാണെങ്കിൽ മാത്രം മുന്നോട്ട് ഇറങ്ങുക. നിങ്ങൾ അറിയണോല് മാത്രമായിട്ടും കാര്യമല്ല, അറിയണോലും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ ബ്രെയിൻ വെച്ച് കളിക്കുക. നിങ്ങൾ കയറി വരുന്നത് സുഖിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ച് ഒരു സിമ്പിൾ വേ ആയിട്ട് ഒരിക്കലും യൂറോപ്പിനെ കാണരുത്. ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് വന്നാൽ മതി ഇവിടെ എത്തുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടണത് കണ്ടിട്ടുണ്ട്. ജോലി ഉണ്ടോയെന്ന് ചോദിച്ച് വിളിക്കണവരുണ്ട്. കൊണ്ടുവന്ന കമ്പനി ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കണവരുണ്ട്. ID കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിക്കണവരുണ്ട്. റിന്യൂവൽ ചെയ്യാൻ നേരത്ത് 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ നേരത്ത് ജോലി ഇനി ഉണ്ടാവില്ല, വേറെ ജോലി കണ്ടെത്തിക്കോ എന്ന് പറയണവരുണ്ട്. ഇങ്ങനെ പല കേസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മെയിൻ റീസണാണ്. പിന്നെ മാൾട്ടനെ സംബന്ധിച്ചുള്ള കേസ് എന്താ വെച്ചാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കേസ് എന്താ വെച്ചാൽ, മാൾട്ടൻ്റെ ID കാർഡ് 1 ഇയർ നമ്മൾ പുതുക്കണം. 1 ഇയർ നമ്മൾ പുതുക്കണം മാൾട്ടൻ്റെ ID കാർഡ്. ഈ 2 രീതിയിൽ നമുക്കിത് ബാധിക്കാനുള്ള കേസ്. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയാണ് വിചാരിക്കുക. ഇറങ്ങി പോകുമ്പം അവിടെ സംഭവിക്കുന്ന 2 കേസ്. ഒന്ന്, ഈ കമ്പനി നമ്മളെ ടെർമിനേറ്റ് ചെയ്യും. ഈ ടെർമിനേഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം മറ്റൊരു കമ്പനിക്ക് നമുക്ക് മാറുമ്പോൾ ഈ ടെർമിനേഷൻ പേപ്പർ നമ്മൾ പഴയ കമ്പനിയിൽ നിന്ന് തരണം. എന്നാലുള്ളൂ നമുക്കിത് അവിടെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ പേപ്പർക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മൾ ജോബ് പ്ലസ് പറഞ്ഞൊരു ഓഫീസുണ്ട് അവിടെ പോയിട്ട് ഇത് വാങ്ങണം. ഇത് 2 നടക്കണം. അപ്പോൾ കമ്പനി ഇത് തരൂല എന്ന് പറയുന്ന സീൻ ചിലപ്പോൾ ഉണ്ടാറുണ്ട്. അപ്പോൾ ജോബ് പ്ലസ് പോയി അപ്ലൈ ചെയ്താൽ കിട്ടിയിട്ട് വേണം, കമ്പനി അത് തന്നിട്ടില്ലെങ്കിൽ. രണ്ടാമത്തെ കേസ്, നമ്മൾ കമ്പനിനെ ഏറ്റവും അടി കൂടിയിട്ടാണ് ഇറങ്ങുന്നത് വിചാരിക്കുക. അതായത് പ്രശ്നത്തിലായിട്ടൊക്കെ ചിലവർ പറ്റൂല എന്ന് പറഞ്ഞിട്ടൊക്കെ പോണ കേസ് ഉണ്ടാകുമ്പം കമ്പനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കേസ്. അപ്പോൾ മറ്റു യൂറോപ്പ് രാജ്യങ്ങളുണ്ടോ എനിക്കറിയില്ല, TRC കാർഡിന് അത് ഉണ്ടാവില്ല തോന്നുന്നത്. ഇത് വരുന്നത് എന്താ വെച്ചാൽ റിവോക്ക് ചെയ്യും. റിവോക്ക് ചെയ്യാന്നാൽ നമ്മളെ കാർഡ് 2 ദിവസം അപ്പോൾ തന്നെ സ്പോട്ടിൽ കട്ടാവുക. പിന്നെ കാർഡ് വാലിഡ് ആവില്ല. ഒരു 3 ദിവസം നമുക്ക് സമയം ഉണ്ടാവുള്ളൂ, 3 ദിവസമൊക്കെ. ഈ 3 ദിവസം കൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം, വേറൊരു കമ്പനി കണ്ടെത്തി നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു അഡ്വക്കേറ്റിനെ കണ്ടുകൊണ്ട് ഇതൊന്ന് പറഞ്ഞൊന്ന് ഒരു കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നൂലാമാലകളുണ്ട് നമ്മൾ ID കാർഡിന്. കാരണം ID കാർഡാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഘടകം. വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ID കാർഡാണ് നമ്മളെ മെയിൻ ഘടകം. അപ്പോൾ ID കാർഡ് 3 ദിവസം കൊണ്ട് കട്ട് പറഞ്ഞാൽ പിന്നെ നാട്ടിൽ കയറി പോകേണ്ടി വരും. അപ്പം ടെർമിനേഷൻ വരുന്നത് 15 ദിവസം സമയം ഉണ്ടാവും. 15 ദിവസം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് സ്റ്റേബിളാക്കി വേറൊരു കമ്പനി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അവിടെ ഐഡൻറ്റിറ്റി മാൾട്ടിക്ക് സബ്മിറ്റഡ് എന്ന് നമ്മളെ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ടെർമിനേഷനിലും അതേപോലെ തന്നെ റിവോക്കിലും അങ്ങനെ തന്നെ സബ്മിറ്റഡ് ആക്കണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവൻ ഡെലിവറി ജോബിന് വന്നു, പെട്ടെന്ന് പറഞ്ഞാൽ ഡെലിവറി ജോബിന് വന്നു. അവൻ ആ ജോലി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിക്ക് ഇവൻ കയറാൻ നോക്കി. അവിടെ കയറാൻ നോക്കിയപ്പോൾ ഡെലിവറി ജോബിൻ്റെ അവിടെ നിന്ന് അവനെ റിവോക്ക് ചെയ്തു. ഓൺലി 3 ദിവസം കൊണ്ട് അവൻ്റെ പുതിയ കമ്പനിയിൽ അവൻ സബ്മിറ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് പോകണം. വന്നിട്ട് 1 മാസം ആവണുള്ളൂ ആ സമയം. അപ്പോൾ ഓടിക്കതച്ച് ഉണ്ടാക്കിയ സീൻ എനിക്കറിയാം. ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് അതൊന്ന് റെഡിയായി കിട്ടിയത്. 3 ദിവസം. കാരണം എൻ്റെ ഒപ്പം തന്നെയാണ് ആളുണ്ടായിരുന്നത്. അന്നും ഇന്നിപ്പം എൻ്റെ ഒപ്പം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ന് അവനത് 3-ാമത്തെ ദിവസം സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഏകദേശം സാധ്യത തന്നെയാണ്. അവന് നാട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിസാരമായിട്ട് സിമ്പിൾ വേ ആയിട്ടൊന്നും കാണരുത്. നല്ല റിസ്ക്കും നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് ഇങ്ങോട്ട് കയറി വരിക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി വീഡിയോ നമ്മൾ ബോറാക്കണില്ല. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തത വരുത്തുക, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. യൂറോപ്പിൻ്റെതായാലും ലോകത്തിൻ്റെ ഏത് മൂലൊക്കെ കയറുകയാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു ഇൻഫർമേഷനാണ്. ശ്രദ്ധിക്കുക, പോയിട്ട് പെടരുത്. എന്നാലും പോയി പെടും. എന്നാലും എൻ്റെ ഇൻഫർമേഷൻ ഞാൻ തരികയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മുബഷിർ KTL ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് മെൻഷൻ ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിനും പേപ്പർ വർക്ക് ചെയ്തിട്ട് കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടേ, മുബഷിറാണ്, മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുബഷിറാണ്, മാൾട്ടയിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്. ബൈ.